വയനാടിനെ നരേന്ദ്രമോദി സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിച്ചാലോ നമുക്ക്? വയനാടിനായി ഒന്നും കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇവര് മാത്രമല്ല, ഇപ്പുറത്തെ VD സതീശന്റെ പാർട്ടിയുണ്ട്. ഇവിടെ വയനാട് ദുരന്തമുണ്ടായ ഉടനെ 291 കോടി അടക്കം 782.99 കോടി രൂപ ഈ കേന്ദ്രം ഇവിടെ നൽകി. അപ്പൊ പറഞ്ഞു, അത് പറഞ്ഞതാരാ? ഈ തുക ഇത്രയും നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞപ്പോ ഇവിടുത്തെ നമ്മളെല്ലാവരും ദൈവമേ യാഥാർത്ഥ്യം പുറത്തു വന്നല്ലോ എന്ന് പറഞ്ഞു. 782.99 കോടി. അത് കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു ഇവരുടെ ക്യാപ്സ്യൂൾ എന്തായിരുന്നു? അത് SDRF ആണ് നൽകിയത്. ആയിക്കോട്ടെ, SDRF ഇവിടെ ഫെയ്ജാൻ എന്ന് പറഞ്ഞ ഒരു ചുഴലിക്കാറ്റുണ്ടായി ഇവിടെ തമിഴ്നാട്ടില്. ആരാണ് അവിടെ ആ ദുരന്തത്തിന് തുക നൽകിയത്? SDRF. അപ്പൊ അവിടെ അത് നൽകിയപ്പോ അതിന് കുഴപ്പമൊന്നുമില്ല, അത് കേന്ദ്രം നൽകിയതല്ല എന്നുള്ള വാദമൊന്നുമില്ല. ഇരിക്കട്ടെ. ശ്രീമതി നിർമ്മല സീതാരാമൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ്? ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേരളത്തിനായി മാറ്റിവെച്ചത് 311.95 കോടി രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കേന്ദ്രമന്ത്രി പുറത്തുവിട്ടു ആ കണക്ക്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പാക്കേജ് വയനാട് ഉരുൾപൊട്ടല്, അതിനുവേണ്ടി 72 കോടി രൂപ. പിന്നീടോ ഇവിടെ തീപിടുത്തം, അതൊക്കെ കുറയ്ക്കാനായിട്ട് സംസ്ഥാനത്ത് കാട്ടുതീ തടയലിന് 17.73 കോടി രൂപ. തിരുവനന്തപുരം പോലെയുള്ള നഗരത്തിലെ പ്രളയ സാധ്യത കണക്കിലെടുത്ത് അത് തടയാന് 222.22 കോടി രൂപ. ഇത്രയും തുക 311.95 കോടി രൂപ കേന്ദ്രം ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഈ കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ടോ അതിൽ 1 രൂപ പോലും ഈ സംസ്ഥാനം ചെലവഴിച്ചില്ല. കാരണം എന്താണ്? ഇതിന് കൃത്യമായിട്ട് DPR കൊടുക്കണം. 2 കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്നേ വരെ നൽകിയ ധനസഹായം, പുനരധിവാസ ക്യാമ്പുകൾക്കുള്ള ചെലവുകള്, വീട്ടുവാടക, ടൗൺഷിപ്പിനായി സ്ഥലം വാങ്ങാൻ, വീട് വെക്കാൻ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വെബ്സൈറ്റ് എടുത്തു നോക്കിയാൽ കാണാം 167.12 കോടി രൂപയായിട്ടുള്ളൂ. ഇനി ബാലൻസ് വീടുകൾ വെച്ചു കൊടുക്കാനുള്ള 120 വീടിന് മൊത്തം ചെലവ് 24 കോടി കൂടി കണക്കാക്കിയാൽ പോലും 200 കോടി തികച്ച് ഈ വയനാട് പുനരധിവാസത്തിന് വേണ്ടി വരുന്നില്ല. ദാസ അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും അല്ലേ? ദാസനൊന്നും ഇവിടെ ചോദിക്കാൻ പറ്റില്ല വിജയനോട്. ദാസൻ ചോദിച്ചാൽ ഉടനെ വിജയൻ പോയും നിന്റെ വീട്ടിൽ പോയി